أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1523 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 33 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആയത്തുൻ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ വജഅൽനാ ഫീഹാ جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്ത് യാസീനിലെ 33 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. യാസീനിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ മുഖ്യമായിട്ടും ഒന്ന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ പഠന വിധേയമാക്കിയത് അസ്ഹാബുൽ ഖറിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥാ വിവരണമാണ്. അതുവരെ ഉണ്ടായിരുന്ന ആയത്തുകൾ തുടക്കം മുതൽ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായിരുന്ന ആളുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തോട് സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിനെ പരാമർശിച്ചുകൊണ്ട് അവർക്കെതിരെ ശക്തമായ വിമർശനവും ആക്ഷേപവും ഒക്കെ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ നിഷേധത്തിന്റെ മൗഢ്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അസ്ഹാബുൽ ഖറിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചരിത്ര ഭാഗം അതിന്റെ വിശദാംശങ്ങളോടുകൂടി വിവരിക്കുകയുണ്ടായത്. ഈ തുടക്കത്തിലുള്ള ഈ 2 ഭാഗങ്ങൾ കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ മുതൽ സൂറത്ത് യാസീനിലെ പ്രതിപാദ്യത്തിന് ശ്രദ്ധേയമായൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. മുഖ്യമായും അള്ളാഹുവിന്റെ ഏകത്വം വെളിപ്പെടുത്തുന്ന പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ പ്രഭാഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോ മക്കയിലെ അഭിസംബോധിതരായ ആളുകൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന നിഷേധിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെയാണ് ഇവിടെ വേറൊരു നിലക്ക് പരാമർശ വിഷയമാവുന്നതും
ചർച്ചയ്ക്ക് വിധേയമാവുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം എന്നത് നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന, അവർക്ക് എളുപ്പത്തിൽ സ്ലൈറ്റ് ചെയ്ത് കളയാൻ കഴിയുന്ന ഒരു സംഗതിയല്ല എന്നത് പ്രകൃതിയിലെ വിവിധങ്ങളായ പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അള്ളാഹു വെളിപ്പെടുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചധികം ആയത്തുകളിലായിട്ട്. അതിന്റെ തുടക്കമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആയത്തുൻ ലഹും ആയത്തുൻ ലഹുമുൽ അർദുൽ മൈത്തത്തു. അള്ളാഹു ഇക്കൂട്ടർക്കുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട്, അവർക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അൽ അർദുൽ മൈത്തത്തു, മരിച്ചു കിടക്കുന്ന, മൃതപ്രായമായ അല്ലെങ്കിൽ ജീവനില്ലാതെ കിടക്കുന്ന ഒരു ഭൂപ്രദേശം, ജീവന്റെ ത്രസിപ്പോ തുടിപ്പോ ഒന്നും ഇല്ലാത്ത വിധത്തില് നിർജീവമായി കിടക്കുന്ന ഒരിടം. അതാണ് അള്ളാഹു ഈ ആളുകൾക്ക് അവരെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാപഞ്ചിക പ്രതിഭാസം എന്ന നിലക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അഹിയൈനാഹ, അങ്ങനെ ആ നിർജീവമായ മണ്ണിനെ, നിർജീവമായ ഭൂപ്രദേശത്തെ നാം ജീവസുറ്റതാക്കിയിരിക്കുന്നു, നാം അതിനെ ജീവന്റെ തുടിപ്പുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. വ അഖ്റജ്ന മിൻഹ ഹബ്ബ, അതിൽ നിന്ന് നാം ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്നാണ് ഇവര് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അള്ളാഹു ഈ ആളുകൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന വിധത്തില് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു വിഷയം. ആയത്തുൻ ലഹും അൽ അർളുൽ മൈത്തത്തു, മൈത്തത്തായ നിർജീവമായ ഒരു ഭൂപ്രദേശം. അർള് എന്നത് വിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ അർത്ഥതലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക സ്ഥലത്തെ പരാമർശിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഭൂഗോളം എന്ന നിലക്ക് അതിന്റെ വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു നാട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഭൂപ്രദേശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂതലം, അതിന്റെ കാർഷിക സാധ്യതകളെയൊക്കെ പരാമർശിക്കുന്ന വിധത്തിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങൾ ഈ പ്രയോഗത്തിനുണ്ട്. ആയത്തുൽ ലഹുമുൽ അർളുൽ മൈത്തത്തു, ഇവർക്കുള്ള ഒരു ദൃഷ്ടാന്തം, ഇവർക്കുള്ള സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിഭാസം. ആയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതിന് വലിയ ആഴവും വ്യാപ്തിയും ഒക്കെ ഉണ്ടാവും. അത് ചില കാര്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തിനാണ് ആയത്ത് എന്ന് പറയാം. അതിന്റെ അർത്ഥസാധ്യതകളും സൂചനകളും ഒന്നും പരിമിതപ്പെടുത്തി നിർത്താൻ കഴിയില്ല. നമ്മളത് എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച് അത് വ്യാപ്തി നേടുന്നത്, അതിന്റെ അർത്ഥസൂചനകൾക്കുള്ള സാധ്യത വികസിച്ചു വരുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണ് അതൊരു ആയത്താവുന്ന ഒരു മഹാപ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രാപഞ്ചിക പ്രതിഭാസം, അവരെ കണ്ണു തുറപ്പിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസമാണ് നിർജീവമായ ഒരു ഭൂപ്രദേശം. ആ നിർജീവമായ ഭൂപ്രദേശത്തെ നാം ജീവസുറ്റതാക്കി മാറ്റി. വേറെ പലയിടങ്ങളിലും അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. ആകാശത്ത് നിന്ന് മഴ ഇറക്കിയത്, ആ മഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രക്രിയകളെ സൂചിപ്പിക്കുന്ന വേറെയും വിവരണങ്ങൾ കാണാം. അപ്പോ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി കാറ്റ് അതിനെ തെളിച്ചു കൊണ്ടുപോകുന്നതും, ഒരു അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭൂപ്രദേശത്തിന്റെ മുകളിൽ എത്തുമ്പോൾ അത്
മഴയായി വർഷിക്കുന്നതും ഒക്കെയായിട്ട് അതിന്റെ പല ഘട്ടങ്ങളെയും പല തലങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരുപാട് വിവരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതൊക്കെയും നമുക്ക് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് നിർജീവമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം, അതിന് നാം ജീവസുറ്റതാക്കി, ജീവനുള്ളതാക്കി എന്നാണ്. അതിനുവേണ്ടി അള്ളാഹു പല വഴികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പല ഘട്ടങ്ങളും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇനി അടുത്തൊരു കാര്യം അള്ളാഹു പറയുന്നത് അഖ്റജ്നാ മിൻഹ ഹബ്ബ, അതിൽ നിന്ന് നാം ധാന്യങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ ഭൂമിയെ ജീവസുറ്റതാക്കി, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വളരെ വിശദമായ ചർച്ചക്കും പഠനത്തിനും ഒക്കെ വിധേയമാക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ മേഖലകളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. യാദൃച്ഛികമായി ഒരു മുന്നൊരുക്കവും ആസൂത്രണവും ഇല്ലാതെ താനെ സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല ഇത്. ഭൂമി ജീവന്റെ തുടിപ്പുള്ളതായി മാറിയത്, ഭൂപ്രദേശം ആ വിധത്തില് ജീവസുറ്റതായി മാറിയത് താനെ അങ്ങ് സംഭവിച്ചൊരു കാര്യമല്ല. അതിന്റെ ആ ഒരു മാറ്റത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ ഒരുപാട് സംഗതികൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വിധത്തിലൊരു മാറ്റം ഭൂതലത്തിൽ ഉണ്ടായി വന്നത് ദൈവികമായ ആസൂത്രണത്തിന്റെ പല തലങ്ങളും പ്രവർത്തനക്ഷമമായതുകൊണ്ടാണ് എന്നതാണ് ഒരു വസ്തുത. അതിനെ നിസ്സാരമായി അത് മഴ പെയ്തപ്പോ അങ്ങ് ചെടികളൊക്കെ മുളച്ചുണ്ടായി അങ്ങനെയല്ലേ, അത് ഇത്ര വലിയ സംഗതിയായിട്ട് പറയാൻ എന്താണ് എന്നൊക്കെ ചിലപ്പോ ആർക്കെങ്കിലും ഒക്കെ തോന്നിയെന്ന് വരും. പക്ഷെ ഇതൊന്നും യാദൃച്ഛികമായ കേവല സംഗതികളല്ല. ഇതൊക്കെ തന്നെയും ഇപ്പൊ മഴ പെയ്യുക എന്നത് നിരുപദ്രവകരമായ ഒരു കാര്യമല്ലല്ലോ. മഴ അതിന്റെ നിയന്ത്രിതമായ അളവിലും രീതിയിലും ഒക്കെയാണ് വർഷിക്കുന്നതെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ഇതേ മഴ തന്നെ വലിയ വിനാശം ഉണ്ടാക്കാനും കാരണമായെന്നും വരും. അതുപോലെ മഴ ഉണ്ടാവുന്നതിന് കാരണമാവുന്ന രാസപ്രക്രിയ പ്രപഞ്ചത്തിൽ നടക്കുന്നത്, അത് ഒരു ചെറിയ ഒരു സംഗതിയല്ല. അതിലൊക്കെയും വളരെ കൃത്യമായ ചില ആസൂത്രണങ്ങളും അല്ലെങ്കിൽ പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നിലക്ക് അത് സംജാതമാവുന്നത്. അപ്പം മഴ വർഷിക്കുന്നത് പക്ഷെ ഭൂതലത്തില് വലിയ മാറ്റം ഉണ്ടാക്കും. ഭൂമിയെ അത് കൃഷിയോഗ്യമാക്കി മാറ്റും. അവിടെ ചെടികളൊക്കെ വിത്ത് മുളച്ച് ചെടികള് വളർന്നു വന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തില് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്നത് ഒരുപാട് കാര്യങ്ങളുടെ ഒരു ചെയിൻ ഓഫ് ആക്ഷൻ തന്നെ നടക്കുന്നത് കൊണ്ടാണ്. ഇപ്പോ വിത്ത് മുളക്കുന്നത് മണ്ണിൽ വീഴുന്നത് കൊണ്ട് മാത്രം വിത്ത് മുളയ്ക്കില്ല. ജലസാന്നിധ്യം വേണം, സൂര്യപ്രകാശം കിട്ടണം. പിന്നെ അത് വളർന്നു വലുതാവണമെങ്കിൽ മണ്ണിലെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും മനസ്സിലാവുന്നത് മണ്ണിന്റെ ഒരു ലെയറില്, ഭൂതലത്തില് ഒരു പ്രത്യേക ലെയറില് ചെടികൾക്ക് വളരാനും അതിന്റെ പുഷ്ടിപ്പെടാനും കായ്കനികൾ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ പ്രയോജനകരമാവുന്ന വളം ഭൂമിയുടെ ആ ടോപ്പ് ലെയറിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിട്ടാണ് ചെടികൾ വളരുന്നത്, അതുപോലെ പുഷ്ടിപ്പെടുന്നതും, അതുപോലെ ഫലസമൃദ്ധി ഉണ്ടാവുന്നതും ഒക്കെ അതിന്റെ ഫലമായിട്ടാണ്. ഇതൊക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇപ്പോ ഒരു വിത്ത് മുളച്ച് വലുതായി അതിന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുന്നത്, സൂര്യപ്രകാശം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്, അതുപോലെ മണ്ണിലെ വളം വലിച്ചെടുത്ത് അതിന് വളരാൻ കഴിയുന്നത്. ഇതൊക്കെ എന്തോ ഒരു അത്ഭുതകരമായ ക്രമീകരണമാണ് എന്നത് സൂക്ഷ്മമായിട്ട് ഓരോന്നും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിസ്മയം
അനുഭവപ്പെടുന്ന ഒരു സംഗതിയായിട്ട് അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോ ഉദാഹരണത്തിന് മണ്ണിലാണല്ലോ ജലാംശം ഉള്ളത്, മണ്ണിന്റെ. പക്ഷെ ഒരു വൃക്ഷം ഒരു 10-15 മീറ്ററിലേറെ ഒക്കെ ഉയർന്ന് വലുതായിട്ട് അതിന്റെ മുകളില് അതിന്റെ ഒരു ഫലം ഉൽപ്പാദിപ്പിച്ച് അത് കായ്ച്ചു തൂങ്ങി നിൽക്കുകയാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ ഫലത്തിനകത്ത് അതിന്റെ സക്യുലന്റ് ആയ, അതിന്റെ ജലാംശം അടങ്ങിയിട്ടുള്ള ജ്യൂസി കോണ്ടന്റ് ഉള്ള ഒരു 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 പഴം അല്ലെങ്കിൽ ഒരു ഫലവർഗത്തിൽപ്പെട്ട ഒരെണ്ണം. അത്രയും ജലാംശം അതിനകത്ത് സംഭരിച്ചു വെക്കുന്നത് എവിടുന്നാണ് അതിന് ജലം കിട്ടുന്നത്? മണ്ണിനടിയിലുള്ള അല്ലെങ്കിൽ മണ്ണിന്റെ ഉപരിതലത്തിൽ ഉള്ള ജലാംശം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതും ആവാം, അല്ലെങ്കിൽ മഴ പെയ്ത് കിട്ടിയ ജലാംശം ആവാം. ഇത് വേരുകൾ വലിച്ചെടുത്ത് അത്രയും ഉയരത്തിലേക്ക് എത്തിക്കുന്നത് എന്ത് സംവിധാനമാണ് അവിടെ പ്രവർത്തനക്ഷമമാവുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പുറപ്പുറത്തുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ നമ്മൾ മോട്ടോർ വെച്ച് പമ്പ് ചെയ്യണം. അതിന് ഇലക്ട്രിസിറ്റി വേണം, മോട്ടോർ വേണം, അതിന്റെ സംവിധാനങ്ങളൊക്കെയും വേണം. അങ്ങനെ ഒരു സംവിധാനവും നമ്മൾ ചെടികളുടെയോ മരത്തിന്റെയോ സംവിധാനത്തിൽ കാണുന്നില്ല. വേരുകള് എങ്ങനെയാണിത് ഈ ജലാംശം അതുപോലെ വളവും അതിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? എന്താണ് അതിന്റെ സംവിധാനം? വെള്ളം മേലോട്ട് ഒഴുകൂലല്ലോ, താഴോട്ടല്ലോ ഒഴുകുക. താഴെയുള്ള ഈ ജലാംശം ചെടികളുടെ വേരുകളിലൂടെ അതിന്റെ തടിയിലേക്ക് കടന്ന് അത് കായ്കനികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിനകത്ത് പോലും ജലാംശമുള്ള വിധത്തിൽ അതിനെ രൂപപ്പെടുത്തുന്നു എന്നത് അത് ചെറിയൊരു വിസ്മയമല്ല അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ചെയ്യുന്നത് കർഷകനാണോ? ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. വിത്ത് മണ്ണിലിടുന്നത് കർഷകനായിരിക്കും. അതിന് വേണ്ട വളം ചെയ്തു കൊടുക്കുന്നുണ്ടാവാം, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ വിത്തിനെ മുളപ്പിക്കാൻ കർഷകന് സാധിക്കുമോ? കർഷകന് മുളയ്ക്കാത്തൊരു വിത്തിനെ മുളപ്പിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ആ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ സാധിക്കുന്നുണ്ടോ? വിത്ത് മുളയ്ക്കുന്നത് പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള ഒരു ക്രമം അനുസരിച്ച് അതിന്റെ ആ പ്രക്രിയ പ്രവർത്തനക്ഷമമാവുന്നു എന്ന നിലക്ക് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള ഒരു വൃക്ഷത്തിൽ ഉണ്ടാവുന്ന ഒരു ഫലം, അതിന്റെ ഗുണം, വർണ്ണം, രുചി പോലെയുള്ള കാര്യങ്ങൾ, അതിന്റെ വലിപ്പം പോലെയുള്ള കാര്യങ്ങൾ നിർണയിക്കാൻ കർഷകന് അതിലൂടെ വല്ല ശ്രമവും നടത്താൻ സാധിക്കുമോ? അവന്റെ കാർഷിക പ്രക്രിയയിൽ ഉണ്ടായി വരുന്ന കായ്കനികൾ കണ്ട് കൗതുകപ്പെടുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് കർഷകന് എന്ത് സാധ്യതയാണ് അതിലുള്ളത്? അപ്പൊ ആരാണ് വിത്ത് മുളപ്പിക്കുന്നത്? ആ വിത്ത് മുളച്ച് ചെടിയായി വളർന്നു വരുമ്പോ അതിന്റെ മണ്ണിലെ ജലാംശവും വളത്തിന്റെ അംശവും പോഷകങ്ങളും ഒക്കെ വലിച്ചെടുക്കാൻ വേരുകൾക്ക് ശക്തി നൽകുന്നത് ആരാണ്? വേരുകൾ എന്ത് പ്രക്രിയയിലൂടെയാണ് അത് വലിച്ചെടുക്കുന്നതും അത് സസ്യത്തിന്റെ തടിയിൽ അതിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന, അതിന്റെ കായ്കനികൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത് എന്ത് പ്രക്രിയയിലൂടെയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അള്ളാഹുവിടെ മക്കയിലെ ആളുകളെ എന്ന് മാത്രമല്ല മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുന്ന വിധത്തില് ഈ നിർജീവമായ മണ്ണിനെയാണ് ഇവർക്കുള്ള ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് പറയുന്നത്. അവർക്കുള്ള ഒരു വലിയ ദൃഷ്ടാന്തമാണത്, ഒരു വലിയ ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ്. അൽ അർദുൽ മൈത്തത്തു അഹിയൈനാഹ, അള്ളാഹുവാണ് അതിനെ ജീവിപ്പിച്ചത് എന്ന് പറയുമ്പോ ആരെങ്കിലും അതിൽ അള്ളാഹുവിനോട് തർക്കിക്കാൻ വേണ്ടി വരുമോ? ഒരു ഭൂപ്രദേശത്തിനെ കേവലം വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ജീവസിറ്റതാക്കാൻ കഴിയില്ല. കൃത്രിമമായിട്ട് നമ്മൾ ജലലഭ്യത ഉണ്ടാക്കിയാൽ പോലും അതിനെ ജീവന്റെ തുടിപ്പുള്ളതാക്കി മാറ്റാൻ കഴിഞ്ഞോളണമെന്നില്ല.
വേറെ പല ക്രമീകരണങ്ങളും കൂടി അതിനോട് ചേർന്ന് വരണം. ഈ ആസൂത്രണം ചെയ്യുന്നത് ആരാണ് എന്നത് വല്ലപ്പോഴും മനുഷ്യൻ ആലോചിക്കുന്നുണ്ടോ? അപ്പോ അൽ അർദുൽ മൈത്തത്തു അഹിയൈനാഹ, നാം അതിനെ ജീവനുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. അഖ്റജ്ന മിൻഹ ഹബ്ബ, അതിൽ നിന്ന് ധാന്യങ്ങളെ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്നാണ് ഇവരും ഭക്ഷിക്കുന്നത്. അതിനിടക്ക് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്, മനുഷ്യന് അടിസ്ഥാനപരമായി ഒരു കൃതജ്ഞതയുള്ള ജീവിയാണല്ലോ. ആ ബോധം മനുഷ്യനുണ്ടാവുമല്ലോ. പ്രപഞ്ചത്തിലെ ഈ സസ്യങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നുമൊക്കെ കായ്കനികള് പറിച്ചെടുത്ത് ഭക്ഷിച്ച് മനുഷ്യൻ ആവശ്യങ്ങള് നിറവേറ്റുമ്പോ വല്ലപ്പോഴൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ഫമിൻഹു യഅ്കുലൂൻ, അള്ളാഹു ഭൂതലത്തിൽ ഉൽപ്പാദിപ്പിച്ച ഈ ചെടികളിലും മരങ്ങളിലും ഒക്കെ ആയിട്ട് കായ്ച്ചു നിൽക്കുന്ന കായ്കനികളും ഫലങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അത് ഭക്ഷിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത് എന്ന കാര്യം. എന്നിട്ട് വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബ്, ആ മണ്ണില്, ആ ഭൂതലത്തില് അതിനെ ജീവസിറ്റതാക്കി മാറ്റിയതിനു ശേഷം നാം അതില് വിവിധങ്ങളായ തോട്ടങ്ങള് സജ്ജീകരിക്കുകയാണ്. എന്തിന്റെയൊക്കെ തോട്ടങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്? ജന്നാത്തിൻ മിൻ നഖീൽ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ, വഅഅനാബ്, മുന്തിരിത്തോട്ടങ്ങൾ. അറേബ്യയിലെ അഭിസംബോധിതരായ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വിധത്തിലുള്ള ചില ഉദാഹരണങ്ങൾ അള്ളാഹു പറയുന്നു എന്നേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുകയുണ്ടായതെങ്കിൽ ഈ ഉദാഹരണങ്ങളൊന്നും ആയിരിക്കില്ല അള്ളാഹു പറയുക, വേറെ ചിലതൊക്കെ ആയിരിക്കും. അപ്പൊ അള്ളാഹു ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റിയിട്ട് അവിടെ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച കാര്യം പറഞ്ഞു. അതിനുശേഷം അവിടെ വലിയ ഫലസമൃദ്ധിയുടെ തോട്ടങ്ങൾ, ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒക്കെയായ തോട്ടങ്ങളെ നാം സംവിധാനിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ഇടപെടലില്ലെങ്കിൽ തോട്ടമാവാറില്ല. പക്ഷെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഒരു തോട്ടവും ഉണ്ടായിട്ടുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഇടപെടുന്നില്ലെങ്കിൽ ഒരു പ്രദേശം വന്യമായിട്ടാണ് ഉണ്ടാവുക. അവിടെ കാട്, ഒരു വള്ളിപ്പടർപ്പുകളും മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഇടതൂർന്ന് തലങ്ങും വലങ്ങുമായിട്ട് വളർന്ന് കാട് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതിന്റെ കൂട്ടത്തില് ഭക്ഷ്യയോഗ്യമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിന്ന് വരും. അത്രയേ ഉള്ളൂ. ഒരു ക്രമീകരണവും അതിലുണ്ടാവില്ല. ഈ ചെടികളെയും വൃക്ഷങ്ങളെയും ഒക്കെ ക്രമീകരിച്ച് ഒരു പ്രത്യേക പാറ്റേണിൽ ഡിസൈൻ ചെയ്ത് ഒരു തോട്ടമാക്കി ഒരു ഉദ്യാനമാക്കിയൊക്കെ മാറ്റുന്നത് മനുഷ്യരുടെ ഇടപെടലാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ആത്യന്തികമായിട്ട് മനുഷ്യന്റെ പ്രയത്നങ്ങൾ പോലും പടച്ച തമ്പുരാൻ നൽകിയതാണ്. മനുഷ്യന്റെ ആശയങ്ങൾ, ചിന്ത, അതുപോലെ ഭാവന, അവന് ഡിസൈൻ ചെയ്യാനുള്ള പ്രാപ്തി, ഇതൊക്കെ തന്നെ മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഈ തോട്ടങ്ങളെ അള്ളാഹു പരാമർശിക്കുന്നത് വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബ്, ഈ ഭൂതലത്തില് അള്ളാഹു അതിനെ ജീവസിറ്റതാക്കി മാറ്റി അവിടെ വിവിധങ്ങളായ തോട്ടങ്ങളെ അവൻ സജ്ജീകരിച്ചു. അവൻ സജ്ജീകരിച്ചു എന്നത് അള്ളാഹുവിന് ഭൂമിയിലും ആകാശത്തിലും പ്രപഞ്ചത്തിന്റെ ഏത് മുക്കുമൂലയിലായാലും സംഭവിക്കുന്ന എന്തിനെ കുറിച്ചും പറയാം. കാരണം അവന്റെ ആസൂത്രണത്തിന്റെ ഫലമായി അവന്റെ സൃഷ്ടിജാലങ്ങളുടെ ഇടപെടലുകളിലൂടെയാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള അവകാശി അള്ളാഹുവാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. തോട്ടങ്ങള് മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം ഉണ്ടാവില്ല. അതിനനുകൂലമായ കാലാവസ്ഥയും പ്രകൃതിപരമായ ഘടകങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴും പിന്നെ അള്ളാഹുവിന്റെ ഇടപെടലിലൂടെ ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ വളർച്ച സംഭവിക്കുമ്പോഴൊക്കെയാണ് തോട്ടങ്ങൾ ഉണ്ടായി വരുന്നത്. നമ്മൾ വിത്തിട്ട് അതിനുള്ള മണ്ണൊരുക്കി തയ്യാറാക്കി വെച്ചത് കൊണ്ട് മാത്രമായിട്ട് അത് സംഭവിക്കുന്നില്ല. ബാക്കി പ്രക്രിയകൾ ഒരുപാടുണ്ട് അതിൽ. അതൊക്കെ ചേർന്ന് വരുമ്പോഴാണ് ഒരു തോട്ടം
സജ്ജീകരിക്കപ്പെട്ട വിധത്തിലായി മാറുന്നത്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബ്. അങ്ങനെ ആ മണ്ണിൽ, ആ ഭൂപ്രദേശത്ത് നാം ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒക്കെ തോട്ടങ്ങളെ സജ്ജീകരിക്കുകയുണ്ടായി, ഒരുക്കുകയുണ്ടായി. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. അവയ്ക്കിടയിലൂടെ ധാരാളം ഉറവകളെയും നാം പുറപ്പെടുവിച്ചു വിട്ടു. നമുക്ക് വളരെ ഐഡിയൽ ആയ ഒരു തോട്ടത്തെ മനസ്സിൽ കാണാം. നമ്മുടെ കേരളത്തിലൊക്കെ ഇത് വളരെ സുലഭമായി എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഈ നീരൊഴുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിനെ റൂട്ട് ചെയ്ത് അത് പ്രത്യേക ദിശയിൽ അതിന്റെ ചലനത്തെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് വളരെ ഫലപ്രാപ്തിയുള്ള, വളരെ ഫലദായകമായ ഉദ്യാനങ്ങൾ, തോട്ടങ്ങളൊക്കെ മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എത്രയോ കാണാൻ കഴിയും. കേരളത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. വയനാട് പോലെയുള്ള ജില്ലകളിൽ ഇത് കൂടുതലായിട്ടും വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ തന്നെ അതൊക്കെ അത്തരം തോട്ടങ്ങളൊക്കെ സജ്ജീകരിക്കപ്പെട്ടൊക്കെ കാണാൻ കഴിയും. എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. കേരളം വളരെ സമൃദ്ധമാണ് ഈ കാര്യത്തിൽ, വളരെ സമ്പന്നമാണ്. അപ്പോ തുടർന്ന് ഇവിടെ അള്ളാഹു പറയുന്നു വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. ഈ തോട്ടങ്ങൾക്ക് ഇടയിലൂടെ അള്ളാഹു ധാരാളം ഉറവകളെ പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു, ഉറവകളെ ഒഴുക്കി വിടുകയും ചെയ്തിരിക്കുന്നു. ജലസാന്നിധ്യം ഭൂതലത്തിൽ ഉണ്ടാവണം, എന്നാലേ തോട്ടങ്ങളൊക്കെ വളരെ സമൃദ്ധമായിട്ട് ഫലം നൽകാൻ തുടങ്ങുകയുള്ളൂ. വെള്ളം ആഴത്തിൽ, മണ്ണിനടിയിൽ ഒരുപാട് ആഴത്തിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് ഭൂമിയുടെ ഉപരിതലത്തിൽ ലഭ്യമാവുന്ന, വേരുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു തലത്തില് ജലസാന്നിധ്യം, ജലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അള്ളാഹുവിടെ തോട്ടങ്ങളെ സംവിധാനിച്ച് അതില് ഈ വിധത്തിൽ ഉറവകളെ ഒഴുക്കി വിടുകയും ചെയ്ത കാര്യമാണ് സൂചിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഈ സജ്ജീകരണം ചെയ്തിട്ടുള്ളത്? ലിയഅ്കുലൂ മിൻ സമരി. അവര് ഇതിന്റെ ഫലങ്ങള് ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലിയഅ്കുലൂ ആരെയാണ് ഇവിടെ പരാമർശിക്കുന്നത്? ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന മനുഷ്യരെ, മക്കയിലെ ആളുകൾ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി, അവർക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി, മിൻ സമരിഹി, അതിന്റെ ഫലങ്ങളെ, വമാ അമിലതുഹു, അതിന്റെ ഈ കൃഷിയിലൂടെ തോട്ടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഫലങ്ങള്, സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഫലങ്ങൾ മാത്രമല്ല, വമാ അമിലതുഹു ഐദീഹിം, രണ്ട് നിലക്ക് വായിക്കാവുന്ന ഒരു പ്രയോഗമാണ്. ഇതൊന്നും അവരുടെ കൈകൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല, ഇതൊന്നും അവര് ചെയ്തുണ്ടാക്കിയതല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അവര് കൃഷി ചെയ്യുന്നുണ്ടാകാം, തോട്ടം സജ്ജമാക്കുന്നുണ്ടാവാം, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ തോട്ടങ്ങളാക്കുന്നതും അവിടെ കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതിനെ ഫലപ്രദമായ വിധത്തില് വളർച്ച നേടിയതാക്കി മാറ്റുന്നതും ഒന്നും അവരുടെ കൈകളല്ല. അതില് അവരുടെ കേവലമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതുണ്ടായത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എത്രയോ ഹ്യൂമൻ എഫേർട്ട് കാർഷിക രംഗത്ത് വേസ്റ്റഡ് ആയി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. നന്നായി ആസൂത്രണം ചെയ്ത് തയ്യാറാക്കി ഒരുക്കിയ തോട്ടങ്ങൾ തന്നെ അതിന്റെ ഫലം കൊയ്തെടുക്കുന്നതിന്റെ മുമ്പായി അത് നശിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്, ഈ തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ഫലങ്ങൾ അവർക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഭക്ഷ്യാവശ്യത്തിന് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഈ സജ്ജീകരണം ചെയ്തിട്ടുള്ളത്. ഇതൊന്നും തന്നെ വമാ അമിലതുഹു ഐദീഹിം, ഇതൊന്നും തന്നെ അവരുടെ കൈകൾ ചെയ്ത കാര്യമല്ല. ഇതാണ് ഒരു വായന. മറ്റൊരു വായന, ഈ തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്നവയും അതിനു പുറമെ അവരുടെ കൈകളുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുള്ളതും എന്ന നിലക്കും വായിക്കാൻ പറ്റും.
അറബി ഭാഷയിൽ ഈ രണ്ട് വായനക്കും സാധ്യതയുള്ളതാണ് ഈ പ്രയോഗം. ഒന്ന്, അവരുടെ കൈകളല്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. അവര് പ്രവർത്തിച്ചാലും ജോലി ചെയ്താലും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്താലും അള്ളാഹുവിന്റെ ആസൂത്രണവും നടപടിയും ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ ഇതൊന്നും ഫലം തരുന്ന വിധത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണാം. മറ്റൊന്ന്, സ്വാഭാവികമായിട്ട് അള്ളാഹു ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന കാരണത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലങ്ങൾക്ക് പുറമെ അവരുടെ ഇടപെടൽ, അവരുടെ കൈകളുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് ഉണ്ടാകുന്നതും അവർക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത് എന്നും കാണാം. മനുഷ്യർ ഒരുപാട് ഇടപെടലുകൾ കാർഷിക രംഗത്ത് നടത്തുന്നുണ്ട്. വലിയ ഗവേഷണങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നൂതനമായ കാർഷിക രീതികൾ തന്നെ ധാരാളമുണ്ട്. മെച്ചപ്പെട്ട വിത്തുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതും അത് കൂടുതൽ ഉൽപാദന ശേഷിയുള്ള വിത്തുകൾ കൃഷി ചെയ്യുന്നതും ഒക്കെ തന്നെ. അതുപോലെ എളുപ്പത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് 10-20 വർഷങ്ങളൊക്കെ ചെയ്യുക പിന്നിട്ടാലും മാത്രം ഫലം തരുന്ന പല വൃക്ഷങ്ങളെയും മാസങ്ങൾ കൊണ്ട് ഫലം തരുന്ന വിധത്തില് പ്രയോജനപ്പെടുത്തുന്ന പല സാങ്കേതിക രീതികളും നമ്മുടെ കാലഘട്ടത്തില് പ്രയോജനപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുപോലെ ചില വളങ്ങൾ, കൂടുതൽ ഉൽപാദനക്ഷമത ഉള്ളതാക്കി മാറ്റുന്ന വളങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. ചില സാങ്കേതികമായ ഇടപെടലുകൾ കൂടുതൽ ഫലദായകമാക്കി മാറ്റുന്ന രീതികളൊക്കെ തന്നെ ഉണ്ട്. കാർഷിക രംഗത്തുള്ളവർക്ക് അതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. അപ്പൊ മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കൂടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുണ്ടാകും. അതിനെയും സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. രണ്ടായാലും അതിന്റെ നമ്മളെ വായിക്കുന്ന ആംഗിളിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. രണ്ടും ആത്യന്തികമായിട്ട് അള്ളാഹുവിന്റെ സജ്ജീകരണവും അള്ളാഹുവിന്റെ ആസൂത്രണവും തന്നെയാണ്. ഐതിഹ്യം. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഫലായിഷ്കുറൂൻ, എന്നിട്ട് ഈ കൂട്ടര് കൃതജ്ഞതയുള്ളവരായി മാറുന്നില്ലേ, നന്ദി കാണിക്കുന്നവരായി മാറുന്നില്ലേ എന്ന്. അതെന്തോ ഇവിടെ അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നത് പ്രപഞ്ചത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ഞാനത് ഉപയോഗപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ, എനിക്ക് വേണ്ടിയായിട്ട് ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് പലപ്പോഴും മനുഷ്യൻ അവന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ കാണിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സജ്ജീകരണമാണ് ഇത്. അള്ളാഹു ഒരു ഭൂപ്രദേശത്തെ മനുഷ്യർക്ക് വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രകൃതിയിൽ നടത്തുന്ന പല ഇടപെടലുകളുടെയും ഭാഗമാണിത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു ചെടിയുടെ ഒരു പുൽനാമ്പ് പോലും വളരൂലാത്ത ഭൂപ്രദേശത്ത് അവിടുത്തെ കാലാവസ്ഥയും സംവിധാനങ്ങളും രീതികളും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. കേരളത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും പുറം നാടുകളിലേക്ക് യാത്ര ചെയ്ത് ലോകം ഒന്ന് കാണണം. തിരിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുക കേരളം എത്ര സസ്യശ്യാമളമായ ഹരിതാപമായ ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് എന്ന്. അപ്പൊ ഇത്തരം സാധ്യതകൾ അള്ളാഹു സൂചിപ്പിക്കുന്നത് മനുഷ്യന് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കാൻ ഇത് മതിയായ കാരണമല്ലേ എന്നതാണ് ചോദ്യം. എന്നിട്ട് പറയുന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. എന്നിട്ട് അള്ളാഹുവിനെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ്, എത്ര പരിശുദ്ധനാണ് അള്ളാഹു, എത്ര പ്രകീർത്തനം അർഹിക്കുന്നവനാണ് അള്ളാഹു. എന്തിന്റെ പേരില? അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാവിധത്തിലുള്ള ഇണകളെയും സൃഷ്ടിച്ചവനായ അള്ളാഹു. അള്ളാഹു ഒഴികെ ഒരു വീക്ഷണത്തിൽ ഒരു ആംഗിളിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ അള്ളാഹു ഒഴികെയുള്ള പ്രപഞ്ചത്തിലെ സകലതും ഇണകളായിട്ടാണുള്ളത്. ജീവജാലങ്ങള്, ചെടികള്, മരങ്ങള് മാത്രമല്ല, അചേതനമായ സംഗതികളിൽ പോലും ഈ അസുവാജ് എന്ന പെയേഴ്സ് എന്ന ഇണകൾ എന്ന ഒരു പ്രതിഭാസം പ്രവർത്തനക്ഷമമാണ് എന്ന് കാണാൻ കഴിയും. വൈദ്യുതിയിൽ പോലും അങ്ങനെയുള്ള ഒരു പ്രതിഭാസം നമുക്ക് പ്രവർത്തനക്ഷമമാണ് എന്നത് കാണാം. ഏകത്വം എന്നത് അള്ളാഹുവിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അവന്റെ സൃഷ്ടിജാലങ്ങളുടെ ഒക്കെ പ്രത്യേകത അതിന്റെ പൂർണ്ണത പ്രാപിക്കല് അവര് ഇണകളാവുമ്പോഴാണ്. മനുഷ്യരായാലും
ജീവജാലങ്ങളായാലും ചെടികളായാലും മരങ്ങളായാലും, ഇനി അതല്ല രാസപദാർത്ഥങ്ങൾ പോലെയുള്ള സംഗതികൾ പോലും അതിന്റെ രൂപീകരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എങ്ങനെയാണ് അത് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെയും തന്നെ ഈ പെയേഴ്സ് എന്ന ഇണകൾ എന്ന ഒരു പ്രതിഭാസം പ്രവർത്തനക്ഷമമാണ് എന്ന് കാണാൻ കഴിയും. ഏകത്വം എന്നത്, ഏകത്വം വലിയ മഹത്വമായിട്ടുള്ളത് അള്ളാഹുവിന്റെ കാര്യത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ കൂടെ ഒരു സാഹിബത്തില്ല, സന്താനങ്ങളില്ല എന്നതൊന്നും അള്ളാഹുവിന്റെ ഒരു ന്യൂനതയല്ല, അള്ളാഹുവിന്റെ മഹത്വവും ഔന്നത്യവുമാണ്. എന്നാൽ ഞാൻ ഒറ്റയാണ് എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അതൊരു ന്യൂനതയായിട്ടേ, ഒരു സങ്കടം പറച്ചിലായിട്ടേ ആർക്കും അനുഭവപ്പെടുള്ളൂ. ഞാനിവിടെ ഒറ്റയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അതിന്റെ വല്ലാത്ത പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സങ്കടം പറച്ചിലാണത്. അപ്പൊ അള്ളാഹുവിനെ അള്ളാഹു തന്നെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ വിധത്തിലുള്ള ഇണകളെയും സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹു ഉണ്ടല്ലോ, അവൻ അങ്ങേയറ്റം പ്രകീർത്തനം അർഹിക്കുന്ന പരിശുദ്ധിയുള്ളവനാണ്. പരിശുദ്ധി എന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ സുബ്ഹാൻ എന്ന പദം ഉപയോഗിച്ച് പറയുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ ത്വഹാറത്ത് എന്ന് ഉള്ള നിലക്ക് കാണേണ്ടതില്ല. ചെളിയും അഴുക്കും വൃത്തികേടും ഒന്നും ഇല്ലാത്തവൻ എന്നുള്ള നിലക്കല്ല, അത് ന്യൂനതയില്ലാത്തവൻ എന്നാണ്. അന്യൂനനാണ് അള്ളാഹു, ഏറ്റവും പെർഫെക്റ്റ് ആയ, ഏറ്റവും പൂർണ്ണതയുള്ളവനാണ് അള്ളാഹു, ഒരു പോരായികയും കാണാൻ കഴിയാത്തവൻ. അതാണ് സുബ്ഹാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അവൻ അങ്ങേയറ്റം പരിശുദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും അതീതനായി, എല്ലാ ന്യൂനതകൾക്കും അതീതനായി, എല്ലാ നിലക്കുമുള്ള തികവും പൂർണ്ണതയും ഉള്ളവനാണ് അള്ളാഹു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മനുഷ്യന്റെ കാര്യത്തിൽ തനിച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും തന്നെ തികവുള്ളവൻ എന്ന് പറയാൻ കഴിയില്ല. അവന് ന്യൂനതയാണ്, പോരായികയാണ്. ഒരു സാഹിബത്തില്ല അല്ലെങ്കിൽ ബനീനില്ല എന്നത് അവനെ നിരന്തരമായി അത്തരം ആലോചന വേട്ടയാടിക്കൊണ്ടിരിക്കും. അതാണിനായാലും പെണ്ണിനായാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ ഇവിടെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവനായ അള്ളാഹു അങ്ങേയറ്റം പരിശുദ്ധനും പൂർണ്ണതയുള്ളവനും തികവാർന്നവനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മിമ്മ തുമ്പിത്തുൽ അർള്, ഏതൊക്കെയാണ് ഈ ഇണകള്? എല്ലാ വിധത്തിലുള്ള ഇണകളെയും സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞല്ലോ. മിമ്മ തുമ്പിത്തുൽ അർള്, ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്നവയിൽ, വമിൻ അംഫുസിഹിം, ഇവരുടെയൊക്കെയും അസ്തിത്വങ്ങളിൽ, വമിമ്മ ലാ യഅലമൂൻ, ഇവർക്ക് അറിയാത്ത പലതിലും. ഇതിലൊക്കെയും അള്ളാഹു ഈ പെയേഴ്സ്, ഇണകൾ എന്ന ഒരു സംവിധാനം വെച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്നവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്നതിൽ എല്ലാ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ പെട്ടു. പിന്നെ വേറെ വരുന്നത് മിമ്മ തുമ്പിത്തുൽ അർളെന്ന് കഴിഞ്ഞിട്ട് വമിൻ അംഫുസിഹിമാണ് ഇവിടെ പറയുന്നത്. ഇവരുടെയൊക്കെ അസ്തിത്വങ്ങളിലായിട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ആണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ ഇണകളാവുക എന്നതാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ പെർഫെക്ഷൻ ആവശ്യമായി വരുന്ന, അവരുടെ ജീവിത ധർമ്മം പൂർത്തിയാകുന്നതിന് ആവശ്യമായിരിക്കുന്നത് അവര് തനിച്ച് നിൽക്കുക എന്നുള്ളതല്ല, ഇണകളാവുക എന്നുള്ളതാണ്. ഇത് അള്ളാഹു ഭൂമിയിൽ മുളപ്പിച്ചുണ്ടാക്കിയതില് ഈ പെയേഴ്സ് എന്നുള്ള അസ്വാജ് എന്ന ഈ പ്രതിഭാസം പ്രവർത്തനക്ഷമമാണ്. വെള്ളത്തില് വളരുന്ന മത്സ്യം പോലെയുള്ള ജീവജാലങ്ങളിൽ ഇത് പ്രവർത്തനക്ഷമമാണ്. ജന്തുജാലങ്ങളിലൊക്കെയും അതുണ്ട്, മനുഷ്യരിൽ അതുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് കൂടാതെ വമിമ്മാ ലാ യഅലമൂൻ, ഇവർക്കറിയാത്ത സകലതിലും ഉണ്ട് അതുപോലെ ഈ പെയേഴ്സ് എന്ന സംവിധാനം, ഈ അസ്വാജ് എന്ന സംവിധാനം, ഇണകൾ എന്ന ഒരു സംഗതി അവർക്കറിയാത്ത ഒട്ടേറെ സംഗതികളിലും. അപ്പൊ ഈ വിധത്തില് സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു
അങ്ങേയറ്റം മഹത്വമുള്ളവനും അന്യൂനനും തികവാർന്നവനും പരിശുദ്ധിയുള്ളവനുമാണ് എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. ഏതേത് പ്രതിഭാസത്തെയും നമുക്ക് വിലയിരുത്തിയാൽ, സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ അതിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ നമുക്ക് അതിന്റെ പ്രവർത്തനം ഫലപ്രദമാവുന്നത് ആ പെയറിങ്ങിലൂടെയാണ്. അസ്വാജ് എന്ന നിലക്കുള്ള അതിന്റെ ഫങ്ഷനിങ്ങിലാണ് ഓരോ പ്രതിഭാസവും അതിന്റെ സൃഷ്ടിപ്പിന്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് എന്ന് കാണാൻ കഴിയും. അത് അചേതന സംഗതികളിലും ചേതനമായ സംഗതികളിലും ഒക്കെ ഒരുപോലെ ഉണ്ട് എന്നതാണ് ശാസ്ത്ര പഠനങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം. സിംഗിൾ എന്ന നിലക്ക് നിലനിൽക്കാൻ കഴിയുന്ന ഒരു അസ്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം പ്രപഞ്ചത്തില് എന്നല്ല, അങ്ങനെ പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കാര്യത്തിൽ പ്രപഞ്ചത്തിന് അതീതനാണ് അള്ളാഹു. അപ്പൊ അങ്ങനെ സിംഗിൾ എന്ന ഒരു അസ്തിത്വമായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. ബാക്കിയുള്ള എല്ലാറ്റിനും ഈ അസ്വാജ് എന്ന ഇണകൾ എന്ന ഒരു സ്റ്റേറ്റസ് ആണുള്ളത്. ആ ഇണകൾ എന്ന പെയറിംഗ് നടക്കുന്ന ഒരു സംവിധാനത്തിലൂടെ, ഒരു പ്രക്രിയയിലൂടെ മാത്രമേ അതിന്റെ സൃഷ്ടിപ്പിന്റെ ധർമ്മം നിർവഹിക്കുന്നവയായിട്ട് അത് മാറുകയുള്ളൂ. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ ജെൻഡർ ഡിസ്കോഴ്സസ്, അതുപോലെ പുതിയ കുറെ എന്താണ് ലിംഗ പഠനങ്ങൾ പലതും വരുന്ന ഒരു കാലാണല്ലോ നമ്മുടെ ഈ കാലം. സെയിം സെക്സ് റിലേഷൻഷിപ്പുകളൊക്കെ കുറിച്ചൊക്കെ പറയുന്നു. അത്തരം ആളുകള്, അത്തരം സംഗതികളിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾ ഈ തലങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. ചില പൊളിറ്റിക്കൽ അജണ്ടകളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള സെയിം സെക്സ് റിലേഷൻഷിപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെത്ര മൂഢമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാവാൻ ഈ പ്രപഞ്ച സംവിധാനത്തിലെ ഏതേത് കാര്യം പരിശോധിച്ചാലും അതില് അസ്വാജ് എന്ന ഒരു പ്രക്രിയ പ്രവർത്തനക്ഷമമാണ് എന്നത് അവർക്ക് കാണാൻ സാധിക്കുമ്പോൾ അതില് വല്ലാത്ത വിസ്മയമായിരിക്കും അവർക്കത് നൽകുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.